Prayer ആരാണ്? Prayer. Okay, I will do, ma'am. Good morning. Good morning, Miss, and good morning all. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. താങ്ക് യു. Okay. Thought of the day. Okay, ഞാൻ പറയാം. Thought of the day. Life is the best school. Hardship is our best teacher. Problem is the best assignment and failure is the best revision. ജീവിതമാണ് ഏറ്റവും നല്ല വിദ്യാലയം. കഷ്ടപ്പാടാണ് നമ്മുടെ ഏറ്റവും നല്ല ഗുരു. പ്രശ്നങ്ങളാണ് ഏറ്റവും നല്ല അസൈൻമെന്റ്. പരാജയമാണ് ഏറ്റവും നല്ല റിവിഷൻ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. Okay. Signing. Signing ആരാണ്? മാം സൈനിങ് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല, പെട്ടെന്ന് ഓക്കെ. ഇന്നത്തെ സൈനിങ്ങിൽ ഞാനൊരു സന്ദേശം പോലെയുള്ള ഒരു മെസ്സേജാണ് പറയുന്നത്. അതായത് നമ്മളോട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് ചിന്തിക്കാതെ അതിനോടൊരു അത് മനസ്സിൽ വെച്ച് അത് ചിന്തിക്കാതെ നമ്മളോട് ഒരാൾ നന്മ ചെയ്താൽ അത് നമ്മൾ ജീവിതാവസാനം വരെ ഓർമ്മിച്ചു നിൽക്കണം. ഇന്നത്തെ ക്ലാസ് സൈനിങ് ചെയ്തേ. Okay. Okay, good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മാം. സുഖമായിരിക്കണം മാം. മാമിന് സുഖമാണോ? സുഖമാണ്. അടുത്ത വെനസ്ഡേ ഏത് ഡേറ്റ് ആണ് വരുന്നതെന്ന് അറിയാം? 25th ക്രിസ്മസ്. 24th. ഓക്കെ, അപ്പൊ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? മൺഡേ ട്യൂസ്ഡേ ആരാണ് ടീച്ചേഴ്സ്? മൺഡേ ജിഷ മാം, ട്യൂസ്ഡേ അശ്വതി മാം. ടീച്ചർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ക്രിസ്മസ് സെലിബ്രേഷൻ കാര്യം? സെലിബ്രേഷൻ ചെയ്തോളാം പറഞ്ഞു. എന്നാണ് പറഞ്ഞില്ല? 22-ാം തീയതി എന്നാ പറഞ്ഞത്. 23-ാം തീയതി അവിടെ സ്മാർട്ട് സ്റ്റൈല് സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ ക്ലാസ്സിലപ്പോ ചെയ്യാനാ പറഞ്ഞത്.
22-ാം തീയതി ചെയ്യാന്നാ പറഞ്ഞു തോന്നുന്നു. 22-ാം തീയതി ചെയ്യാൻ. ഓക്കെ. നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിലെ കുറച്ച് പോർഷൻസ് കൂടി എടുക്കാനില്ലേ, കുറച്ച് ഭാഗം കൂടെ. മൈൽ സ്റ്റോൺസ് എടുത്തു തുടങ്ങിയോ? പറഞ്ഞു തോന്നണം അല്ലെ കഴിഞ്ഞ ക്ലാസ്സിലെ? പറഞ്ഞോ മൈൽ സ്റ്റോൺസ്? അതുവരെ അത് മുതൽ എടുക്കണം. മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ്. മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ്. എന്താണ് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്? നാഴികക്കല്ലുകൾ. ഇതൊരു കുട്ടിയുടെ ലൈഫിന്റെ നാഴിക കല്ലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മളൊരു കുഞ്ഞ് ജനിച്ച് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഗർഭപാത്രത്തിൽ ഉടലെടുക്കുന്ന സമയം മുതൽ അവന്റെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ മൊമെന്റ്സും, പ്രത്യേകിച്ച് കുഞ്ഞെഴുതി കമിഴ്ന്ന് കിടക്കുന്നത്, ഇരിക്കുന്നത്, എഴയുന്നത്, നടക്കുന്നത്, ഓടുന്നത്, ചാടുന്നതൊക്കെ, ഇതെന്താണ്? അതാണ് അവരുടെ ലൈഫിലെ ഏറ്റവും മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? പീരീഡ് ഓഫ് ഓവം. എന്താണ് ഓവം എന്ന് പറയുന്നത്? പീരീഡ് ഓഫ് ഓവം നമ്മുടെ അണ്ടത്തിന്റെ കാലയളവ് അല്ലെ? അണ്ടത്തിന്റെ കാലയളവ് എപ്പോഴാണ്? കോൺസെപ്ഷൻ ടു ദ എൻഡ് ടു ദ സെക്കൻഡ് വീക്ക്. എപ്പോഴാണ് കോൺസെപ്ഷൻ ടു ദ എൻഡ് ടു ദ? അണ്ടത്തിന്റെ കാലയളവ് ഏത് സമയമാണ്? ഗർഭധാരണത്തിന്റെ എപ്പോഴാണ് ആരംഭിക്കുന്നത്? വായിച്ചു പറയൂ, എപ്പോഴാണ് ആരംഭിക്കുന്നത് അണ്ടത്തിന്റെ ഒരു പീരീഡ്? സെക്കൻഡ് വീക്കില്. സെക്കൻഡ് വീക്കോടുകൂടിയാണ് പീരീഡ് ഓഫ് ഓവം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ഓക്കെ. ദെൻ പീരീഡ് ഓഫ് എംബ്രിയോ, അതായത് വീക്ക് മുതലാണ് പീരീഡ് ഓഫ് എംബ്രിയോ, അതായത് ഭ്രൂണത്തിന്റെ കാലഘട്ടം എപ്പോഴാണ്? സെക്കൻഡ് ടു എയ്ത്ത് അല്ലെ? സെക്കൻഡ് ടു എയ്ത്ത് ആണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി. ഇനി കുഞ്ഞിന്റെ ഹെഡ് സ്റ്റഡി ആവുന്ന ഒരു സമയം എപ്പോഴായിരിക്കും? കുഞ്ഞിന്റെ തല ഉറക്കുന്ന ഒരു സമയം. 2 until birth. 2 ആണോ? 8 month until. 8 month until birth. ഇതെല്ലാം ഇത് ഒരു കാര്യം പറയാം, ഓരോ കുട്ടികളിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒരേപോലെ തന്നെ ആയിരിക്കണം എന്നില്ല, വ്യത്യസ്തത ഉണ്ടായിരിക്കാം. അവരുടെ ആ ഒരു ജന്മവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും കറക്റ്റ് അതേ മന്തിൽ തന്നെ ചിലപ്പോൾ തലയുറയ്ക്കണമെന്നുണ്ടാവില്ല കേട്ടോ. ഓരോ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഡെവലപ്മെന്റ്സ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. പിന്നെ സിറ്റിംഗ്, കുഞ്ഞിരിക്കുന്നത് എപ്പോഴാണ്? 2 to 5 months. 2 to 5 months. Then crawling എന്താണ്? ഇഴഞ്ഞു നീങ്ങുന്നത് 5 to 8 months. Then standing with the support 8 to 12 months. With support 8 to 12 months ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതും വ്യത്യാസമായിരിക്കും അല്ലെ? ചില കുട്ടികള് പെട്ടെന്ന് തന്നെ എന്താണ് സപ്പോർട്ട് ഇല്ലാതെ തന്നെ നിൽക്കാറുണ്ട്. Then walking, നടന്നു തുടങ്ങുന്നത് എപ്പോഴാണ്? 11 to 14. 11 to 14 months ആണ് ഏകദേശം സ്റ്റഡിനെസ് ഒക്കെ അവർക്ക് വന്നു തുടങ്ങുന്നത്. ഓക്കെ. പിന്നെ സ്റ്റാൻഡിംഗ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലൈംബ് സ്റ്റെയർസ്. സ്റ്റാൻഡിംഗ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലൈംബ് സ്റ്റെയർസ് എന്താണ്? 15 months. 15 months. Then ഓടാൻ തുടങ്ങുന്നതോ? റണ്ണിംഗ് 15 to 18 months. ഓക്കെ. അപ്പൊ ആ മന്തുകളുടെ ഏതൊക്കെ പീരീഡ് ആണ് നോക്കുന്നത് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്തൊന്ന് പഠിച്ചു വെക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, ഇങ്ങനെ ചോദിക്കാറുണ്ട്. കുഞ്ഞ് ഏത് മന്തിലാണ് സ്റ്റാൻഡിംഗ് വിത്ത് സപ്പോർട്ടിൽ നിൽക്കുന്നത്, അതായത് പീരീഡ് ഓഫ് ഓവത്തിന്റെ പീരീഡ് എപ്പോഴാണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോ ഇതൊന്ന് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് സെക്കൻഡ് കോൺസെപ്ഷൻ പീരീഡിന്റെ ടു ദ സെക്കൻഡ് വീക്കിലാണ്. പീരീഡ് ഓഫ് എംബ്രിയോ എപ്പോഴാണ്? സെക്കൻഡ് ടു 8th.
പിന്നെ കുഞ്ഞിന്റെ സ്റ്റഡിനെസ്, അതായത് ഹെഡ് സ്റ്റഡി ആവുന്നത് 8 to until birth ആണ്. Then sitting 2 to 5 months. 2 to 5 months. പിന്നെ ഇഴഞ്ഞു നീങ്ങുന്ന എപ്പോഴാണ് 5 to 8 months. Standing with the support 8 to 12 months. Walking 11 to 14 months. And standing with the support can climb stairs 30 to 50. Then running 50 to 80 months. നിങ്ങളുടെ കുട്ടികളൊക്കെ ഏകദേശം ഈ ഒരു പീരീഡ് തന്നെയായിരുന്നോ? ഓർമ്മയുണ്ടോ? അതെ. യെസ്. ഇനി നമ്മുടെ ലൈഫ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ എങ്ങനെയാ ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അല്ലേ? അറിയാം, പഠിച്ചിട്ടുണ്ടാവും നമ്മള്. പഠിച്ചിട്ടില്ലായിരിക്കും, അതിനുശേഷം പഠിച്ചിട്ടുള്ളവരുണ്ടാവും, അല്ലെ? ഓക്കെ. യെസ്. എവിടെ നിന്നാണ് നമ്മുടെ ലൈഫ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതിൽ നിന്നാണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്, അല്ലെ? ഒരൊറ്റ കോശത്തിൽ നിന്ന്, അതായത് സൈഗോട്ട് എന്നൊരു കോശത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ഉണ്ടായത്. അഥവാ സിക്താണ്ഡം എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മള് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നോക്കാം ലൈഫ് എന്താണ്. Life begins at conception when a sperm cell from the father fertilized with an egg from the mother to form a single cell called zygote. ഇത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. The zygote, which is a fertilized cells, contains 46 chromosomes from the mother and the father contribute 23 each. 100 of these invisible particles called genes are found within each of these thread-like bodies. These genes control hereditary traits. The mother contributes 23 X chromosomes and the father contributes either 23 chromosomes or 22 X chromosome and 1 Y chromosomes. അവിടെ വലതുക്കട്ടെ. അപ്പോ ലൈഫ് ബിഗിൻ ചെയ്യുന്നത് എപ്പോഴാണ് ബിഗിൻ ചെയ്യുന്നത്? സിംഗിൾ സെൽ. സെല്ലിൽ നിന്നാണ്, അല്ലെ? അതായത് എങ്ങനെയാണ് അത് രൂപപ്പെടുന്നത്? Sperm cell from father fertilized with an egg from the mother. എങ്ങനെയാണ് ഈ ഒരു സൈഗോട്ട് എന്നൊരു കോശം ഉണ്ടായത്? എങ്ങനെയാണ്? ഫാദറിന്റെ സ്പേം പീരീഡില് അച്ഛനിൽ നിന്ന്, അല്ലെ, പിതാവിൽ നിന്നുള്ള ഒരു ബീജകോശവും അമ്മയിൽ നിന്ന് എന്താണ് രൂപപ്പെടുന്നത്? എഗ് ഫ്രം ദ മദർ. അല്ലെ? അപ്പൊ ബീജവും അണ്ടവും കൂടി ചേർന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു സിംഗിൾ സെല്ലായ സൈഗോട്ട് രൂപപ്പെടുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫിലുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്തേ. A sperm cell from the father fertilized with an egg from the mother to form a single cell called zygote. അച്ഛനിൽ നിന്നുള്ള ഒരു ബീജകോശവും അമ്മയിൽ നിന്നുള്ള അണ്ടവും കൂടി ചേർന്നിട്ടാണ് ഒരു സൈഗോട്ട് എന്ന ഒറ്റ കോശം രൂപപ്പെടുന്നത്. ഓക്കെ, യെസ്. ഈ സൈഗോട്ടിൽ, ഈ കോശത്തിന്റെ ഉള്ളില് എത്രത്തോളം ക്രോമസോംസ്, ഫെർട്ടിലൈസ് ആയിട്ടുള്ള എത്രത്തോളം ക്രോമസോമുകൾ ഉണ്ടായിരിക്കും? ഫെർട്ടിലൈസ് ആയിട്ടുള്ള ഈ ഒരു സെല്ലില്, അതായത് ഈ ഒരു സൈഗോട്ടിനകത്ത് എന്താണ് 46 ക്രോമസോംസ് ഉണ്ടായിരിക്കും. അതില് the mother and the father contribute 23 each. അച്ഛനിൽ നിന്നും 23യും അമ്മയിൽ നിന്നും 23യും കൂടി ചേർന്നിട്ടാണ് എത്ര ക്രോമസോം ആയിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നത്? 46 ക്രോമസോമുകളായിട്ട് മാറുന്നത്. ഇനി hundreds of invisible particles called genes are found within each of these thread-like bodies. ഇനി അപ്പൊ നമ്മൾ ഇവിടെ വരെ പറഞ്ഞ എന്താണ്? ബീജസങ്കലനത്തിന്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ആ ബീജസങ്കലനം മൂലമാണ് ഈ സിംഗിൾ സൈഗോട്ട് എന്നൊരു കോശം രൂപപ്പെടുന്നത്. അപ്പൊ അവിടെ അച്ഛനിൽ നിന്നുള്ള 23 ക്രോമസോമും അമ്മയിൽ നിന്നുള്ള 23 ക്രോമസോമും കൂടി ചേർന്നിട്ടാണ് അതില് 46 ക്രോമസോംസുകൾ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇനി എന്താണ്? ഇനി ഇവിടെ അദൃശ്യമായിട്ടുള്ള കുറച്ച് ജീനുകൾ രൂപപ്പെടും. 100 of invisible particles called, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് പറയുന്നതാണ് എന്ത്? ജീനുകൾ. എന്താണ് ജീൻ എന്ന് പറയുന്നത്? ജീൻ എന്താണ്? ഇതാണ് നമ്മൾ എന്ത് നിർണ്ണയിക്കുന്നത്? ഈ ജീനുകളാണ് നമ്മളുടെ എന്ത് നിർണ്ണയിക്കുന്നത്?
Hereditary. യെസ്, അതാണ് ഈ ജീനുകളാണ് നമ്മളുടെ പാരമ്പര്യ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, യെസ്. ആ ഭാഗം കൂടെ അണ്ടർലൈൻ ചെയ്തേ. ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്ത്, എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. പഠിക്കണോട്ടോ അതാ. ഓക്കെ, യെസ്. The mother contributes 23X chromosome and father contributes either 23 chromosome or 22 chromosome and 1 Y chromosome. The XY chromosome determines the sex of the child. Okay, ഇവിടെ അമ്മയിൽ നിന്ന് എത്രയാണ് 23X ക്രോമസോമും അച്ഛനിൽ നിന്ന് എത്രയാണ് either 23X ക്രോമസോമും അല്ലെങ്കിൽ 22X ക്രോമസോം ആൻഡ് Y ക്രോമസോം. അപ്പൊ എക്സും വൈ ആണ് എന്ത് നിർണ്ണയിക്കുന്നത്? കുട്ടിയുടെ എന്ത് നിർണ്ണയിക്കുന്നത്? നിർണ്ണയിക്കുന്നത് XY ക്രോമസോംസ് ആണ്. ഇനി ഇവിടെ പറയുന്നുണ്ട് ഇഫ് ദ ഫാദർ കോൺട്രിബ്യൂട്ട്സ് 23X ക്രോമസോം, അച്ഛനിൽ നിന്ന് 23X ക്രോമസോമുകളും അമ്മയിൽ നിന്നപ്പോ എത്രയായിരിക്കും? 23 ക്രോമസോമും കൂടി ചേരുമ്പോൾ അത് എന്ത് കുട്ടിയായിരിക്കും? പെൺകുട്ടി. എക്സും എക്സും ആവുമ്പോൾ എന്താണ്? എക്സും എക്സും ആവുമ്പോൾ എന്ത് കുട്ടിയാണ്? പെൺകുട്ടി. എക്സും വൈ ആവുമ്പോൾ എന്ത് കുട്ടിയാണ്? ആൺകുട്ടി. അതറിയാത്തവർ ഇന്ന് ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. എക്സ് എക്സ് എന്തിനാണ് നിർണ്ണയിക്കുന്നത്? ഗേൾ ചൈൽഡും എക്സ് വൈ ബോയ് കേട്ടോ. അറിയാത്തവർ എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തോ? അറിയാത്തവർ നോക്കണം കേട്ടോ. ഓക്കെ, Excuse me, ma'am. യെസ്. ഈ hundreds of invisible particles എന്നാണ് അത് പാർട്ടിക്കിൾ എന്ത് വരുന്നത്? പാർട്ടിക്കിൾസ് വായിക്കാൻ മതി, അത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പാർട്ടിക്കിൾസ് ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് എന്നാക്കാം കേട്ടോ. ടെക്സ്റ്റില് നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയല്ലാണ് കിടക്കുന്നത്? പ്രാക്ടിക്കൽസ് ആണ് കിടക്കുന്നത്. ഇൻവിസിബിൾ പാർട്ടിക്കിൾസ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിട്ട് പറയണോട്ടോ. ചിലപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ പാരഗ്രാഫിൽ മിസ്റ്റേക്ക്? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഗർഭധാരണത്തിൽ നിന്ന് ജീവൻ ആരംഭിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? അച്ഛനിൽ നിന്ന് ആ ബീജസങ്കലനത്തിന്റെ ഫലമായിട്ട് അച്ഛനിൽ നിന്ന് ബീജകോശവും അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് രണ്ടവും കൂടി ചേർന്നിട്ടാണ് ഒരു സിംഗിൾ സെല്ലായ സൈഗോട്ട് രൂപപ്പെടുന്നത്. ഓക്കെ, ഇതില് എത്രത്തോളം ക്രോമസോംസുകൾ ഉൾക്കൊള്ളുന്നുണ്ട്? കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് 46 ക്രോമസോംസുകൾ ഉൾപ്പെടുന്നുണ്ട്. അമ്മയിൽ നിന്നുള്ള 23 ക്രോമസോംസും അച്ഛനിൽ നിന്നുള്ള 23 ക്രോമസോംസും കൂടി ചേർന്നിട്ടാണ് നമ്മൾ 46 ക്രോമസോംസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ഒരു സമയത്ത് തന്നെയാണ് എന്ത് രൂപപ്പെടുന്നതും അതിന്റെ കൂടെ തന്നെ എന്ത് രൂപപ്പെടുന്നുണ്ട്? ഹൺഡ്രഡ്സ് ഓഫ് ഇൻവിസിബിൾ പാർട്ടിക്കിൾസ്. അതിനാണ് നമ്മൾ എന്ത് ജീൻസ് എന്ന് പറയുന്നത്. ഈ ജീനുകളാണ് നമ്മളുടെ പാരമ്പര്യത്തെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇനി അമ്മയിൽ നിന്നുള്ള എക്സ് ക്രോമസോംസും അച്ഛനിൽ നിന്നുള്ള എക്സും കൂടി ചേരുമ്പോഴാണ് എന്ത് രൂപപ്പെടുന്നത്? ഏത് കുട്ടിയായി മാറുന്നത്? വൈയും കൂടി ചേരുന്ന സമയത്ത് if it is 22X1 and Y chromosome, the child will be a male. അതവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ അണ്ടർലൈൻ ചെയ്യണേ ലാസ്റ്റ് പാരാഗ്രാഫില്. ക്ലിയർ ആണോ? പഠിച്ചിട്ടുള്ളതല്ലേ പണ്ടേ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടാണ് പീരീഡ് ഓഫ് ദ ഓവം. ഓവം എന്താണ്? ഓവം അണ്ടത്തിന്റെ കാലയളവ് എപ്പോഴാണ്? കോൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് അല്ലെ? ഏതാണ് പീരീഡ് എന്നൊക്കെ എല്ലാം നോട്ട് ചെയ്ത് പോണേ. ഓക്കെ, അതായത് ഗർഭധാരണത്തിന്റെ 2ാമത്തെ ആഴ്ചയുടെ അവസാനം വരെയാണ് എന്താ പീരീഡ് ഓഫ് അണ്ടത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. എഗ് എങ്ങനെയാണ് ലിബറേറ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ യെസ്,
അപ്പൊ നമ്മൾ നോക്കുന്നത് പീരീഡ് ഓഫ് ദ ഓവം ആണ്. അണ്ടത്തിന്റെ കാലയളവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. പീരീഡ് ചോദിക്കും. അപ്പോ ഏത് ആഴ്ചയിലാണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. കോൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് എന്ന് ഓർത്ത് വെക്കുക, പഠിക്കണം കേട്ടോ. അറിയാത്തവര് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഗർഭധാരണത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനമാണ് അണ്ടത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. After the egg is liberated from the ovary, it moves into the fallopian tube. It is stayed there for about 24 hours, waiting for a single sperm to fertilize. ഇനി ഇത് കൂടെ വായിക്കുന്നില്ല, ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, അതായത് എഗ് ഗർഭാശയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്താണ് അത് ഫാലോപ്പിയൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നു അല്ലെ. നമ്മുടെ അറിയാമല്ലോ ഫാലോപ്പിയൻ ട്യൂബ് എന്താന്ന്, എവിടെയുള്ളതാണത്? യെസ്. അപ്പൊ ഈ എഗ് എന്താണ് ഫാലോപ്പിയൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യുന്നു. ജസ്റ്റ് മൂവ് ചെയ്തതിന് ശേഷം അത് ഏകദേശം എത്ര സമയം അവിടെ തങ്ങി നിൽക്കുന്നു? ഇറ്റ്സ് 24 hours അവിടെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്? ഒരു സിംഗിൾ സ്പേമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഏകദേശം 24 മണിക്കൂറെങ്കിലും ആ ഒരു എന്താണ് എഗ് എന്താണ് ആ ഒരു സിംഗിൾ സ്പേം വരുന്നത് വരെ അത് വെയിറ്റ് ചെയ്യുകയും then within the 24 hours is being fertilized. പിന്നെ എന്താണ് 24 മണിക്കൂർ ശേഷം അതെന്തായി മാറുന്നു? ഇത് സംഭവിക്കുന്നു. ബീജസങ്കലനത്തിന് ശേഷം ഫെർട്ടിലൈസ് ആയിട്ട് അതെന്ത് ചെയ്യപ്പെടുന്നു? ഇറ്റ് ബിഗിൻസ് ഡിവൈഡിങ് വെരി ഫാസ്റ്റ് ഇൻ ടു മെനി സെൽസ്. ഇതെന്തായി മാറുന്നു? ഇത് ഫെർട്ടിലൈസ് ചെയ്ത സെൽസ് അവിടെ വെച്ച് തന്നെ എന്താണ് പല പല സെൽസുകളായിട്ട് പല പല കോശങ്ങളായിട്ട് എന്താണ് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട്. അതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങള്? കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബ്സിൽ നോക്കിയാൽ മതി. വളരെ എത്രത്തോളം വീഡിയോസ് കണ്ടെന്ന് അറിയോ? എല്ലാം കറക്റ്റ് ആയിട്ട് കാണിച്ചു. നമ്മളിവിടെ വീഡിയോസ് കാണിക്കാറുണ്ട്. ഇന്നിപ്പോ സ്റ്റാഫ് ഇല്ല, അപ്പൊ അതൊന്ന് അപ്ലോഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതൊന്നാണ് കാണിക്കാൻ. അടുത്ത ക്ലാസ്സിൽ ചിലപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങള് അല്ലെ? കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോസ് ഇതിന്റെ? കണ്ടിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇതെന്താണ് പല പല കോശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇറ്റ് കീപ് ഡിവൈഡിങ് ആസ് ഇറ്റ് മൂവ് സ്ലോലി ത്രൂ ദ ഫാലോപ്പിയൻ ട്യൂബ് ടു ദ യൂട്രസ് ആൻഡ് അറ്റാച്ച് ടു ദ ലൈനിങ് ഓഫ് ദ യൂട്രസ്. എന്താണ് ഈ സെൽസുകൾ അല്ലെങ്കിൽ ഇത് എങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്? പതിയെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു? യൂട്രസിലെ ഫാലോപ്പിയൻ ട്യൂബിൽ നിന്ന് യൂട്രസിലേക്ക് എന്താണ് അറ്റാച്ച് ചെയ്ത് വളരും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. എന്താണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്? എന്താണ് കേട്ടിട്ടുണ്ട്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് അവിടെ പറ്റിപ്പിടിച്ച് വളർന്നു വരുന്ന ഒരു ഗ്രോ ചെയ്യുന്ന ഡെവലപ്മെന്റ്സിന്റെ ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒന്നുകൂടി നോക്കാം. അതായത് എഗ് അണ്ഡാശയത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയത്ത് അതെന്താണ് ഫാലോപ്പിയൻ ട്യൂബിലൂടെ അത് മൂവ് ചെയ്യും. ഫാലോപ്പിയൻ ട്യൂബിലേക്ക് അത് മൂവ് ചെയ്ത് ഏകദേശം 24 മണിക്കൂറോളം അവിടെ തങ്ങി നിൽക്കുന്നു. അതെന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഒരു സിംഗിൾ സ്പേമിന് വേണ്ടിയിട്ട് അല്ലെ. സങ്കലനം നടക്കുന്നതിന് വേണ്ടിയിട്ടാണത് 24 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇനി ബീജസങ്കലനം നടന്നതിന് ശേഷം എന്താണ് അതെന്തായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു? ഡിവൈഡിങ് വെരി ഫാസ്റ്റ് ഇൻ ടു മെനി സെൽസ്. പല പല കോശങ്ങളായിട്ടത് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇത് ഫാലോപ്പിയൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് നീങ്ങി സാവധാനം നീങ്ങി വളരെ സ്ലോ ആയിട്ട് അത് നീങ്ങുന്നത് നോക്കിയതിനു ശേഷം എന്താണ് യൂട്രസിലേക്ക് അറ്റാച്ച് ചെയ്ത് വളർന്നു വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഇസ് കോൾഡ് ആൻ ഇംപ്ലാന്റേഷൻ. ഇനി അവിടെ വെച്ച് വളർച്ച നിന്നോ? സ്റ്റോപ്പ് ആയോ അവിടെ? ഇല്ല. Here it continues to grow അല്ലെ. അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു പോയിന്റ് വിട്ടുപോയി നമ്മള്. ഓക്കെ, ഇവിടെ യൂട്രസിന്റെ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. നമ്മള് അറ്റാച്ച് ചെയ്തില്ല അല്ലെങ്കിൽ ആ ലൈൻ പൊട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? പ്രഗ്നൻസി ആവില്ല. എന്താണ് മെൻസ്ട്രേഷൻ സംഭവിക്കുന്നത്? എങ്ങനെയാണ്? ഫെർട്ടിലൈസേഷൻ ഫെയിൽ ആവുന്നു. നമുക്ക് എന്താണ് നോർമൽ മെൻസ്ട്രേഷൻ പീരീഡ് നടക്കുന്നത് പോലെ എന്താണ് അത് അറ്റാച്ച് ചെയ്ത് വളർന്നില്ലെങ്കിൽ ആ ലൈൻ പൊട്ടാണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്കെ,
ഇനി എന്താണ്, ഇത് കണ്ടിന്യൂസ് ചെയ്ത് ഗ്രോ ചെയ്ത് വളരുന്നു. അറ്റ് ദ പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷൻ ദ പ്ലസന്റ ഡെവലപ്സ്. ഈ ഒരു പോയിന്റിലാണ്, ഈ ഇംപ്ലാന്റേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, പ്ലസന്റ. ഓക്കെ, ഈ പ്ലസന്റയിലാണ് ആര് വളരുന്നത്, പ്ലസന്റ കണ്ടിട്ടില്ലേ നിങ്ങള്? കുഞ്ഞിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ആവരണം കണ്ടിട്ടില്ലേ? ഒരു വെള്ളത്തിനകത്തായിരിക്കുള്ള കുഞ്ഞ്, ആ ഒരു ആവരണമാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലസന്റ എന്ന് പറയുന്നത്. അതായത് ഓക്കെ യെസ്. അപ്പൊ ഈ ഇംപ്ലാന്റേഷന്റെ ഭാഗമായിട്ട്, ഇത് ഗ്രോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ്, പ്ലസന്റ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് from which the umbilical cord extend to the fertilized ovum. ഈ ഒരു സമയത്താണ് എന്ത് രൂപപ്പെടുന്നത്, എന്താണ്, എന്താ പറഞ്ഞേ, എന്താണ് അംബിലിക്കൽ കോഡ്? അംബിലിക്കൽ കോഡ് എന്താണ്? പൊക്കിൾ കൊടി. ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വളർന്നു വരുന്നത്, നമ്മുടെ പൊക്കിൾ കൊടിയുടെ അറ്റാച്ച്ഡ് അല്ലേ? ഓക്കെ യെസ്, പൊക്കിൾ കൊടിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിലൂടെയാണ് കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നത്, എന്തൊക്കെ ലഭിക്കുന്നത്? ഇൻ ദിസ് വേ receive nutrition from the bloodstream of the mother. ഓക്കെ, അപ്പൊ കുഞ്ഞിന് ലഭിക്കുന്ന ന്യൂട്രീഷൻസ് ഒക്കെ എങ്ങനെയാണ് കുഞ്ഞിനകത്തേക്ക് ലഭിക്കുന്നത്, എന്തിലൂടെയാണ്? അമ്മയുടെ ബ്ലഡ് സ്ട്രീമിലൂടെയാണ് കുട്ടിക്കുള്ള ന്യൂട്രീഷൻസ് എല്ലാം തന്നെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ ഇവിടെ ഇംപ്ലാന്റേഷൻ എന്താണെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ചോദിക്കുന്നത് ചിലപ്പോ അതെന്താന്ന് കൊടുത്തിട്ടായിരിക്കും. യെസ്, അത് എന്താണെന്ന് കൊടുത്തിട്ടായിരിക്കും, അത് ഡാഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിലായിരിക്കും കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനൊന്നും ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്സിൽ തന്നെ ആയിരിക്കും. അതിന് മോക്ക് ടെസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വരുമ്പോ ഒന്ന് നോക്കാം, ഇന്ന് ക്വസ്റ്റ്യൻ ഇടുമ്പോ ഒന്ന് ശ്രദ്ധിക്കാം. ഇംപ്ലാന്റേഷൻ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ചോദിക്കാറുണ്ട് ഫാലോപ്പിയൻ ട്യൂബില് എത്രത്തോളം സമയമാണത് സ്റ്റേ ചെയ്യുന്നത്, എത്രത്തോളം സമയം സ്റ്റേ ചെയ്യുന്നുണ്ട് വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇത് ചോദിക്കുന്നത്. പിന്നെ ഈ സെൽസ് ഇത് എത്ര സെൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെയാണോ സ്ലോവിലാണോ ഡിവൈഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പെട്ടെന്നല്ല, വെരി ഫാസ്റ്റ് ടു മെനി സെൽസ് ആയിട്ടാണ് ഇത് മാറുന്നത്. പിന്നെ എവിടെയാണ് ഇത് അറ്റാച്ച് ചെയ്ത് വരുന്നത്, അപ്പൊ അങ്ങനെ. പിന്നെ ചോദിക്കുന്നത് കുഞ്ഞിന് ന്യൂട്രീഷൻസ് റിസീവ് ചെയ്യുന്നത് എന്തിലൂടെയാണ്, അമ്മയുടെ ബ്ലഡ് സ്ട്രീംസിൽ കൂടെയാണ് അല്ലെ, അമ്മയുടെ ബ്ലഡ് സ്ട്രീംസിൽ കൂടെയാണ് കുഞ്ഞിന് ന്യൂട്രീഷൻസ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇതിനുള്ളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഈ പാരഗ്രാഫ് റിലേറ്റ് ചെയ്ത് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതില് എക്സസ് ഓരോ ക്രോമസോം അല്ലെങ്കിൽ മെയിൽ ചൈൽഡിനെയും ഫീമെയിൽ ചൈൽഡിനെയും നിർണ്ണയിക്കുന്ന ക്രോമസോമുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. എക്സ് കുഞ്ഞിനെയാണ്, പെൺകുഞ്ഞാണ്. എക്സ് വൈ എന്താണ്, ആൺകുഞ്ഞാണ്. അതേപോലെ നമുക്ക് എത്രത്തോളം മൊത്തത്തിൽ എത്ര ക്രോമസോംസുകൾ ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് എത്രയാണല്ലോ, അമ്മയ്ക്കും അച്ഛനും കൂടി എത്രയാണ്, ഓരോ ക്രോമസോംസിൽ എത്രത്തോളം ഉൾപ്പെടുന്നുണ്ട്, 23 ക്രോമസോം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ആ ഒരു ഒറ്റ സിംഗിൾ സെല്ലിന്റെ പേരെന്താണ്, സൈഗോട്ട്. മനസ്സിലായോ? അങ്ങനെയായിരിക്കും ഇതിന്റെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഈ ഭാഗം നന്നായിട്ട് പഠിക്കണം കേട്ടോ. വായിച്ചു നോക്കിയാൽ മതി, 1-2 പ്രാവശ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ക്വസ്റ്റ്യൻസും തരുന്ന മോക്ക് ടെസ്റ്റും പഠിക്കാം. ഓക്കെ, നമുക്ക് പഠിച്ചത് എന്താണ്, അണ്ടത്തിന്റെ കാലയളവ് എന്നാണ് പഠിച്ചത് അല്ലെ. ഓക്കെ, ഇനി നോക്കുന്നത് പീരീഡ് ഓഫ് ദ എംബ്രിയോ. എന്താണ് എംബ്രിയോ? ഭ്രൂണത്തിന്റെ വളർച്ച. The period from 2nd to 8th week after conception. ഭ്രൂണത്തിന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ ഏത് പീരീഡ് ആണ്? 2nd to 8th week after the conception ആണ് അല്ലെ. ഗർഭധാരണത്തിന്റെ 2nd to 8th weekലാണ് ഭ്രൂണത്തിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സ്കാനിങ് പീരീഡും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ ചെയ്തതൊക്കെ. For the first 2 months, the new life called embryo. നമ്മുടെ ഫസ്റ്റ് ആ 2 months രൂപപ്പെടുന്ന ആ ഒരു ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എംബ്രിയോ എന്ന് പറയുന്നത് കേട്ടോ.
During this period, all important external and internal resources start to develop and function. ഈ ഒരു സമയത്താണ് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും എല്ലാ റിസോഴ്സസും പതിയെ കുട്ടിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ആരംഭിച്ചു കൊടുക്കുന്നത്. കുഞ്ഞിന്റെ ഫസ്റ്റ് കുഞ്ഞിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫങ്ഷൻ എന്താണ്? ഫസ്റ്റ് ഏത് ഓർഗന്റെ പ്രവർത്തനമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ലെ, ഹാർട്ട് ബീറ്റ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അത് വലിയ ഹാർട്ട് ബീറ്റ് ആണ് ഉണ്ടാവുന്നത് ആ ഒരു സമയത്ത്. അപ്പൊ ഈ ഒരു സമയത്താണ് എല്ലാ എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും എല്ലാ റിസോഴ്സസുകളും ഡെവലപ്പ് ചെയ്യുന്നത്, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ആരംഭിക്കുന്നത് ഈ ഒരു സമയത്താണ്. ഇനി മാത്രമല്ല എന്താണ്, ഡിഫറെന്റ് സെൽസ് ആർ മെയ്ഡ് സച്ച് ബ്ലഡ് സെൽസ്. ഡിഫറെന്റ് സെൽസുകൾ കൂടിച്ചേർന്ന് എന്താണ് ബ്ലഡ് സെൽസുകൾ രൂപപ്പെടുന്നു, ബോൺസ് ആൻഡ് മസിൽസ് രൂപപ്പെടുന്നു. ബൈ 8 week, ഇനി 8ാമത്തെ ആഴ്ചയിലാണ് എന്ത് സംഭവിക്കുന്നത്? 8ാമത്തെ ആഴ്ചയില് ഈ ഹാർട്ട് ബീറ്റ്, ചെറിയ രീതിയിലുള്ള ഒരു ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ 8ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ഏത് മാസം ആയിരിക്കും ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെക്കൻഡ് മന്ത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ചിലവരില് ഓരോരുത്തരിലും ഓരോ എന്താ പറയാ ഡെവലപ്മെന്റ് അനുസരിച്ച് വ്യത്യാസം വരില്ല. ചിലർക്ക് മൂന്നാമത്തെ മാസം ആവണേന് കുറച്ച് മുൻപ് മാത്രം ഒരിക്കലും ചിലപ്പോ സ്റ്റാർട്ട് ചെയ്ത് വരുന്നില്ല. ചിലവർക്ക് ഹാർട്ട് ബീറ്റ്സ് വളരെ കുറവായിട്ടായിരിക്കും കാണുന്നത് അല്ലെ. അതെന്തെങ്കിലും ചിലപ്പോൾ പ്രോബ്ലംസ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പക്ഷെ കുറച്ച് വീക്കുകൾ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ എടുത്തായിരിക്കും ചിലപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്ത് നോർമൽ രീതിയിൽ ആവാറുണ്ട്. പലർക്കും പല കണ്ടീഷൻസ് ആണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും പല കണ്ടീഷൻസിലൂടെയല്ല നിങ്ങൾ വന്നതാണ്. എല്ലാവർക്കും കറക്റ്റ് 8 വീക്കിൽ തന്നെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടാവും. ഓക്കെ, വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടൊക്കെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും. ഓക്കെ, ഇനി the lungs, liver, stomach and brain start from sex organs are developed enough to determine the sex of the embryo. ഇനി ഈ ഒരു സമയത്ത് രൂപപ്പെടുന്ന മറ്റ് ഓർഗൻസ് എന്തൊക്കെയാണ്? ലങ്സ്, ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ അല്ലെ. ഇതൊക്കെയാണ് ലങ്സ്, ലിവർ, സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ സ്റ്റാർട്ട് ഫ്രം. അതോടൊപ്പം തന്നെ ഇതും കൂടി രൂപപ്പെടുന്നുണ്ട് ജനറ്റിക് ഓർഗൻസും ആണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമുക്ക് ആ എംബ്രിയോന്റെ സെക്സ് എന്താന്ന് മനസ്സിലാവുന്നത്. സെക്സ് മീൻസ് കുഞ്ഞാണാണോ പെണ്ണാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അല്ലെ. ഓക്കെ, യെസ്, ഇപ്പൊ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും, നമ്മളോട് പറയില്ല അല്ലെ. സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർക്ക് ഈ സെക്സ് ഓർഗൻസ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, കാണുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുള്ള ചിലവര് സിറ്റുവേഷൻ ബേസ്ഡ് ചിലവര് പറയാറുണ്ടല്ലോ ചില ഡോക്ടർ, പക്ഷെ നിർണ്ണയിക്കാൻ പാടില്ല എന്നാണ് അല്ലെ. കുഞ്ഞിന്റെ ലിംഗം നിർണ്ണയിക്കരുതെന്നല്ലേ പറയുന്നത്, ഇത് കുറ്റകരമാണ്. വിദേശത്തൊക്കെ പറയാം 5ാം മാസം തന്നെ പറയും. അതെ. ഓക്കെ, യെസ്. പീരീഡ് ഓഫ് ടെമ്പററി, അപ്പൊ ഭ്രൂണത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് 2nd to 8th വീക്ക് ആണ്. ഫസ്റ്റ് 2 months ഡെവലപ്പ് ചെയ്യുന്ന ലൈഫിനെയാണ് നമ്മൾ എംബ്രിയോ അഥവാ ഭ്രൂണം എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡിലാണ് എല്ലാ തരത്തിലുള്ള എക്സ്റ്റേണലും ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിന്റെ ഫങ്ഷൻസ് ആരംഭിക്കുന്നത്. ഇനി പല ബ്ലഡ് സെൽസുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള സെൽസുകൾ കൂടിച്ചേർന്ന് എന്താണ് ബ്ലഡ് സെൽസുകൾ രൂപപ്പെടുന്ന, ബോൺസും മസിൽസ് ഒക്കെ രൂപപ്പെടുന്നു. ദെൻ ഈ ഒരു സമയത്താണ് 8th വീക്കിലാണ് ടീനി ആയിട്ടുള്ള അല്ലെ വളരെ നേർത്ത രീതിയിലുള്ള ഹാർട്ട് ബീറ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മറ്റു ഓർഗൻസ് ഒക്കെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ലങ്സ്, ലിവർ, സെക്സ് ഓർഗൻസ് ആൾസോ ഡെവലപ്പ്. ഈ സെക്സ് ഓർഗൻസ് ആണ് കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എംബ്രിയോന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? പഠിക്കണോട്ടോ. ഇനി പീരീഡ് ഓഫ് ദ ഫോർച്ചേഴ്സ് ഫ്രം 8th week until birth. എന്താണ് പീരീഡ് ഓഫ് ദ ഫോർച്ചേഴ്സ് എന്ന് പറയുന്നത്? ഫോർച്ചേഴ്സ് എന്താണ്? ഫോർച്ചേഴ്സ് എന്താ പറയുന്നത്? എന്തായിരിക്കും ഈ ഒരു വാക്ക്? എവിടെയും കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങളുടെ സ്കാനിംഗ് റിപ്പോർട്ടിലോ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്? ഏകദേശം ഒരു രോഗിയോ? എംബ്രിയോ വളർന്ന് എന്തായി മാറുന്നു? ഫീച്ചസ്. എന്താണ് അപ്പൊ ഫീച്ചസിന് മലയാളം? ഗർഭസ്ഥ ശിശു ആണോ? ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ നമ്മൾ എന്തായിരിക്കും പറയുന്നത്?
ഭ്രൂണം. കൺഫ്യൂസ്ഡ് ആയല്ലോ. അപ്പൊ എന്തായാലും കുഞ്ഞ് ഗർഭപാത്രത്തിലാണെങ്കിൽ കുഞ്ഞിന്റെ ഒരു പേര് പറയാറുണ്ട്. അതാണ് ഫോർച്ചസ്. ഫോർച്ചസിന് മലയാളത്തിൽ എന്താ പറയുന്നേ? നേരത്തെ പറഞ്ഞൊക്കെ പോയി നമ്മള്. ഗർഭസ്ഥ ശിശു എന്തെങ്കിലും നിങ്ങളൊന്ന് തീരുമാനിക്കോ? ഉറപ്പിച്ച് പറയും. ഗർഭസ്ഥ ശിശു. എത്ര പേര് ഉറപ്പിക്കുന്നു? ഗർഭസ്ഥ ശിശു കറക്റ്റാ. ഗർഭസ്ഥ ശിശു കറക്റ്റ് ആണോ? ഉറപ്പാണോ? അല്ലാതെ അറിയാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ വേറൊരു പേരും പറയും. ഗർഭസ്ഥ ശിശു എന്നല്ലാതെ ഗർഭപിണ്ഡം എന്നും കൂടി പറയും കേട്ടോ. ഗർഭസ്ഥ ശിശു തന്നെയാണ് ഗർഭപിണ്ഡം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് വായിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും എന്താണെന്ന്. ഓൾ ദ ഓർഗൻസ് ഗ്രോ ബിഗർ ആൻഡ് സ്ട്രോങ്ങർ. ഈ ഒരു സമയത്ത്, അതായത് 8 വീക്ക് അൺടിൽ ബർത്ത് വരെ എന്താണ്, കുട്ടിയുടെ എല്ലാ ഓർഗൻസും എന്താണ് വലുതാവുകയും അതിനനുസരിച്ച് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും അല്ലെ ഗർഭസ്ഥ ശിശുവിന്റെ. Then from the 5th month onwards, one can hear through a stethoscope. നിങ്ങൾ 5ാം മാസത്തിലെ സ്കാനിങ്ങിൽ പോയ സമയത്ത് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. എന്തുപയോഗിച്ചിട്ടാണ്? നമ്മളൊരു ട്രാൻസ്ഡ്യൂസർ കേസ്, അതായത് അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറ്റില് ഒരു ജെല്ല് പുരട്ടിയതിനു ശേഷമാണ് ആ ഒരു ഡിവൈസ് നമ്മുടെ വയറ്റിൽ വയ്ക്കുന്നത് അല്ലെ. ഓക്കെ, ഓർമ്മയുണ്ടോ? നമുക്ക് എന്താണ് എല്ലാം സ്ക്രീനിൽ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ എല്ലാം കാണാൻ പറ്റും. കുഞ്ഞ് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. ആ ശബ്ദം ഉണ്ട് അല്ലെ. ശരിക്കും ഈ റോഡ് പണിക്ക് നടക്കുന്ന ശബ്ദം. റോഡ് പണിക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമല്ലേ. അത് ആ വെള്ളത്തിൽ കിടന്ന് എന്താണ് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന്റെ ആ ബോഡി മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ആ വെള്ളം അനക്കുന്നതിന്റെ ഭാഗമായിട്ട് നല്ലൊരു ശബ്ദം ഒരിക്കലും കേൾക്കും. നല്ല മീൻസ് അതല്ല, ഭയങ്കര ഒരു ഒച്ചപ്പാടുള്ള ശബ്ദം. അപ്പൊ ഓരോ കുട്ടികളിലും ഓരോ വ്യത്യസ്തമായിരിക്കും കേട്ടോ. അവരുടെ മൂവ് ചെയ്യുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റെതസ്കോപ്പിൽ ആ ഒരു 5th മന്ത് മുതൽ അത് സ്റ്റാർട്ട് ചെയ്ത് അറിയാൻ പറ്റും. പിന്നെന്താണ്, ആ ഒരു സമയത്താണ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് ആരംഭിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് എന്ത് തിരിച്ചറിയാൻ സാധിക്കുന്നത്? കുഞ്ഞിന്റെ അനക്കം അല്ലെ. കുഞ്ഞനങ്ങുന്നത് തിരിച്ചറിഞ്ഞിട്ടില്ലേ? ഇപ്പൊ ഫീൽ ചെയ്യാൻ പറ്റുമോ? ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് കുഞ്ഞനങ്ങിയ സമയത്ത് ഫസ്റ്റ് ഒന്ന് പേടിച്ചില്ല നിങ്ങള്? ഫസ്റ്റ് പേടിച്ചില്ല. ഫസ്റ്റ് നമുക്കത് അറിയില്ല എന്തായിരുന്നു അല്ലെ. പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് മൂവ് ചെയ്യുന്നതാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് പോകുന്ന മാസങ്ങളിൽ അങ്ങോട്ട് 5 മുതൽ പിന്നെ ഒരു 8th 9th എത്തുന്നത് വരെയുള്ള മൂവ്മെന്റ്സ് ഓർമ്മയുണ്ടോ? ഓരോ മന്ത് കഴിയുമ്പോഴും കൂടി വരും. കൂടി വരും അല്ലെ. അതായത് അവരിങ്ങനെ ബൾജ് ചെയ്ത് വരും അല്ലെ കുട്ടികള്. അതിങ്ങനെ പറഞ്ഞു കേട്ടോ. വൺ ക്യാൻ ഫീൽ ദ മദേഴ്സ് സ്കിൻ ബഗിൾ where the arm or legs is kicking out. Some babies suck their thumb and some yawn and stretch out. അപ്പൊ ഈ ഒരു പീരീഡില് കുഞ്ഞുങ്ങൾ അതിനുള്ളിൽ കിടന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ചില കുഞ്ഞുങ്ങള് നമ്മള് വയറിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ മുഴച്ചു വരാന്ന് പറയില്ല. നമ്മള് കയ്യോ കാലോ ഒക്കെ അല്ലെങ്കിൽ ആംസ് ഒക്കെ എന്താണ് മുഴച്ചു വരുന്നത്. അത് ബൾജ് ചെയ്തിങ്ങനെ നിൽക്കും. അത് കിക്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ഓർക്കലുണ്ടോ? ഞാനത് എങ്ങനെ വീഡിയോസ് ആണ് കാണിച്ചു തരാൻ. മനസ്സിലായോ നിങ്ങൾക്ക്? അവർ ഓരോ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മൂവ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കും. എന്താണ് ആ ഭാഗം നമ്മളുടെ അവിടെ ഉയർന്നു വരും അല്ലെ. ആ വയറിങ്ങനെ പൊന്തി വരാറാണ് അല്ലെ. കറക്റ്റ് ചിലപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചിലര് പറയും മധുരമൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അനക്കം ഉണ്ടാവും അല്ലെ. സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ ഭയങ്കര അനക്കം ഉണ്ടാവും. അതുപോലെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര അനക്കം. അത് നന്നായിട്ട് മൂവ് ചെയ്യാറെന്ന് പറയുന്നത് നിങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ചില കുഞ്ഞുങ്ങൾ ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കിടന്ന് കോട്ടുവായി ഇടുന്നത്, തമ്പ് സക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ചെറുതൊക്കെ കണ്ടിട്ടില്ലേ വീഡിയോസ്? പിന്നെ ചിലർ കുഞ്ഞുങ്ങൾ സ്ട്രെച്ച് ചെയ്യും. പല മൂവ്മെന്റ്സിൽ നിന്ന് സ്ട്രെച്ചിങ് മൂവ്മെന്റ്സ് ഒക്കെ കാണിക്കും. ഓക്കെ, ഇതൊക്കെ ഈ ഒരു പീരീഡിലാണ്. അതായത് ഇവിടെ തുടങ്ങിയ ഒരു 8 വീക്സ് തുടങ്ങിയ ആ ഒരു ബർത്തിന്റെ ആ ഒരു 9 മാസം അവസാനിക്കുന്ന വരെ ആ ഒരു പീരീഡ് വരെ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു കുഞ്ഞിനുണ്ടായിരിക്കും. അതായത് എല്ലാ ബോഡി ഓർഗൻസും സ്ട്രോങ് ആയി വലുതായി പിന്നെ എന്താണ് കുഞ്ഞ് അവിടെ ശരിക്കും പറഞ്ഞാൽ മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് അതിനകത്ത് കിടന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. ചൊറിച്ചൽ ഇങ്ങനെ ചൊറിയുന്നുണ്ടാവുന്നുണ്ട് ചില സമയത്ത് വയറിന്റെ അടിയിലൊക്കെ ചൊറിച്ചൽ. അത് നമുക്ക് ചില പ്രഗ്നൻസി ലേഡീസിന് ഉണ്ടാവുന്നതാണ് അല്ലെ. അത് വയറ് വികസിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടാണ് ആ ഡെവലപ്മെന്റ്സ്. നമ്മുടെ സ്കിൻ ഇങ്ങനെ
എന്താ എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ചില മെഡിസിൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ അങ്ങനെ ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ പറയും നമ്മളോട് അത് കടിക്കുന്ന സമയത്ത് നമ്മള് കൈകൊണ്ട് മാന്തരുത് എന്ന് പറയല്ലേ, പാടുകൾ വീഴും കൈകൊണ്ട് മാന്തി കഴിഞ്ഞാൽ ആ സമയത്ത് അല്ലെ. മാർക്കുകളോ ഇപ്പോഴും പാടുകളുള്ളവരുണ്ടാവും അല്ലെ, വയറിന് താഴെയായിട്ട്. അതേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഫീച്ചേഴ്സിന്റെ ഗർഭസ്ഥ ശിശുവിന്റെ ആ ഒരു ഗർഭപിണ്ഡത്തിന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് 8 weeks to 10 വരെയാണ്. ഈ ഒരു സമയത്ത് എല്ലാ മസിൽസും എല്ലാ ഓർഗൻസും വലുതാകുന്നു, സ്ട്രോങ്ങർ ആകുന്നു. പിന്നീട് എന്താണ് നമുക്ക് സ്റ്റെതസ്കോപ്പിൽ ഇതൊക്കെ ഹിയർ ചെയ്ത് ചെയ്യാനായിട്ട്, കേൾക്കാനായിട്ട്, കാണാനും പറ്റും. പിന്നെ കുഞ്ഞ് മൂവ് ചെയ്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. നമുക്ക് അതൊരു സമയത്ത് ഫീൽ ചെയ്യുന്നതാണ് കുഞ്ഞ് ബൾജ് ചെയ്ത് വരുന്നത്. പിന്നെ ചില കുട്ടികൾ അതിനകത്ത് തമ്പ് സെക്കിയും പിന്നെ എന്താണ് കോട്ടുവായ ഇടുന്നിട്ടില്ലേ, കോട്ടുവായ. വീഡിയോസിൽ കണ്ടത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഓക്കെ. എന്താ ഈ കുഞ്ഞ് പിന്നെ ആ ഒരു ഫ്ലൂയിഡിലല്ലേ കിടക്കുന്നത്, അപ്പൊ ഇങ്ങനെ വായൊക്കെ തുറക്കുമ്പോ ഫ്ലൂയിഡ് കുട്ടിയുടെ അകത്ത് പോവില്ലേ? ഒരു കുഴപ്പമില്ല. കുഞ്ഞ് വായ അടച്ചു പിടിച്ചാൽ എന്ത് ചെയ്യും? ഇതിനുള്ളിലേക്ക് വളരുന്ന ഓർഗൻസിന് ബാക്കിയുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടണ്ടേ? അടച്ചു പിടിച്ചിങ്ങനെ എന്ത് ചെയ്യും? അല്ല, അപ്പൊ കണ്ണൊക്കെ തുറക്കില്ലല്ലോ. കണ്ണൊക്കെ തുറക്കുമ്പോ കണ്ണ് തുറക്കുന്നുണ്ടല്ലോ. കണ്ണ് തുറക്കുന്നുണ്ടോ? വീഡിയോസിൽ ശരിക്കും കണ്ട് കണ്ണിങ്ങനെ തുറന്നിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളിലും വ്യത്യസ്തമായിരിക്കും അതൊക്കെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ. ചില പ്രഗ്നൻസി ലേഡീസ് പറഞ്ഞ കുഞ്ഞ് ചില സമയത്ത് കറക്റ്റ് പീരീഡിൽ മാത്രമേ അനങ്ങുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല, വേറെ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പ്രഗ്നൻസി പീരീഡുകളുണ്ട്. ഞാനിതുപോലെ 9th month ആവുന്ന സമയത്ത് കുട്ടി സാധാരണ ഇളക്കം ഉണ്ടോന്ന് നോക്കും, അമ്മയ്ക്ക് ചോദിക്കും. അപ്പൊ കുഞ്ഞ് ഇളകണില്ല. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് കുട്ടിക്ക് തിരിയാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇളകാണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ചൂട് വെള്ളം അല്ലെങ്കിൽ ജിലേബിയോ തിന്ന് ഇളകുന്നു. ഞാൻ അതുപോലെ അങ്ങനെ കഴിച്ചപ്പോ ഇളകി. ഒന്ന് ചെറിയൊരു അനക്കേ ഉണ്ടാവുള്ളൂ, നല്ല ഇളകില്ല 9th month ഒക്കെ ആവുമ്പോ. ഓക്കെ. ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ആളില്ലാത്തോണ്ടായിരുന്നു, അല്ലെങ്കിൽ കാണിച്ചു തന്നാലേ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു വലിയ വർക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാ കുട്ടികളെ കൊണ്ടും നമ്മളത് ചെയ്യിപ്പിക്കുന്നതാണ് എല്ലാ വർഷവും. ഓക്കെ. ഇത് കാണാൻ പറ്റുന്നില്ല. അടുത്ത ക്ലാസ്സിൽ അതിന്റെ വീഡിയോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ വീഡിയോ കാണാമോ? ഫോട്ടോ കാണാമോ? ഓക്കെ. ഇത് ഓരോ എംബ്രിയോസിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഗർഭധാരണം മുതൽ അല്ലെങ്കിൽ 9 month വരെയുള്ള കുഞ്ഞിന്റെ ആ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ശരിക്കും വരയ്ക്കാനുണ്ട് കേട്ടോ. ചാർട്ട് പേപ്പറിലോ നിങ്ങളുടെ A4 ഷീറ്റിലോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് ഇതൊരു ആക്ടിവിറ്റി ആണ്. അതായത് കുഞ്ഞിന്റെ ആ ഒരു സ്റ്റേജ് മുതൽ, അതായത് ആ ഗർഭധാരണം മുതൽ 9 month വരെ. അപ്പൊ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നോക്കിക്കഴിഞ്ഞാൽ 1 month to 9 month വരെയുള്ള എല്ലാ, അല്ലെങ്കിൽ വീക്ക് ബൈ വീക്ക് ആയിട്ട് എന്താണ് പിക്ചേഴ്സ് കിട്ടും. അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒട്ടിക്കുക, വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ വരയ്ക്കുക. മനസ്സിലായോ? ഒരു ഫോട്ടോ കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇങ്ങനെ വീക്ക് ബൈ വീക്ക് ആയിട്ട് നിങ്ങൾ പിക്ചേഴ്സ് വരയ്ക്കണം. ഗർഭധാരണം മുതൽ 9 month വരെയുള്ള സ്റ്റേജസ്. അസൈൻമെന്റ് അല്ല, ആക്ടിവിറ്റി ആണ് കേട്ടോ. ആക്ടിവിറ്റി ആണ്, അസൈൻമെന്റ് അല്ല. അസൈൻമെന്റ് ആണെങ്കിൽ നമ്മള് ഇങ്ങനെയല്ല പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായത്? അപ്പൊ ഫീച്ചേഴ്സ് ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്നൊരു ഹെഡിങ് കൊടുക്കുക.
എന്നിട്ട് നിങ്ങൾ വീക്ക് ബൈ വീക്ക് ആണോ മന്ത് ആയിട്ടാണോ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഒരു ബുക്കിൽ ചെയ്താൽ മതിയോ? നോട്ട്ബുക്കിൽ എന്തോ നോട്ട്ബുക്കിൽ ചെയ്താൽ മതിയോ? നോട്ട്ബുക്ക് ഒരു A4 ഷീറ്റ് ചെയ്യാൻ പറ്റുമോ? നോട്ട്ബുക്ക് ചെയ്യണ്ട, A4 ഷീറ്റ് ചെയ്യാം കേട്ടോ. മിസ് നല്ല ഭംഗിയാവും. ഇങ്ങനെ പറഞ്ഞു, പേപ്പറിലൊക്കെ ചെയ്താൽ പേപ്പർ സൂക്ഷിച്ചു വെക്കാൻ പാടാന്നും ഇങ്ങനെ പറന്നുപോയി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അത് അസൈൻമെന്റ് ആണ്. മാം ആക്ടിവിറ്റി അല്ലേ? ഇത് ആക്ടിവിറ്റി ഞാനൊന്ന് പറയുന്നത് കേൾക്കോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ചാർട്ടിലോ A4 ഷീറ്റ്സിൽ ചെയ്തെന്ന് വെച്ച് നമ്മൾ സൂക്ഷിച്ച പോലെ വെച്ചാൽ ചീത്ത അറിയില്ല, ഒന്നും സംഭവിക്കില്ല കേട്ടോ. എത്രയോ കുട്ടികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചാർട്ട് വാങ്ങണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചാർട്ടിലോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ ചെയ്യാം, അല്ലെങ്കിൽ കട്ടിയുള്ള മറ്റു പേപ്പേഴ്സ് കിട്ടും. നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ പെൻസിൽ ഉപയോഗിച്ചോ സ്കെച്ച് ഉപയോഗിച്ചോ എങ്ങനെ വേണം നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ഇത് ഒരു ജാനുവരി 15 ഒക്കെ ആവുമ്പോ ചെയ്ത് തീർക്കണം. ജാനുവരി 15, ജനുവരി 15-ാം തീയതി കേട്ടോ. അപ്ലോഡ് ചെയ്യണോ? അപ്ലോഡ് ഒന്നും ചെയ്യണ്ട, ഞാൻ ഇതുപോലെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞത് കേട്ടോ. മിസ് വരയ്ക്കാൻ അറിയാത്തവർക്ക് ഒട്ടിക്കാലോ അല്ലേ? പ്രിന്റ് എടുത്ത് ഒട്ടിച്ചു വെക്കാലോ. ഒട്ടിക്കരുത്, വരയ്ക്കാൻ അറിയാവുന്നവര് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ചെയ്തോ. അത്ര പെർഫെക്ഷൻ ഒന്നും വേണമെന്നില്ല കേട്ടോ. ഓക്കെ, പീരീഡ് ഓഫ് റിച്ചസ് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിനു വേണ്ടി ആരും പൈസ മുടക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും ആരും ചെയ്യണ്ട, അറിയാവുന്നത് പോലെ ചെയ്യാം. ഓക്കെ, ഒരു ഭാഗം കൂടി ഉണ്ട്. ദ ബേബി അറ്റ് ബർത്ത്. The normal weight of a child is about 7 pounds or 3 kg. ഒരു കുഞ്ഞിന്റെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നോർമൽ വെയിറ്റ് അത് 7 pounds 3 kg വരെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു വെയിറ്റ് കുറവുള്ള കുട്ടികൾക്ക് എത്രത്തോളം വെയിറ്റ് കുറവാണ്? വെയിറ്റ് കുറവാണ് നമുക്ക് എത്രത്തോളം മനസ്സിലാവുന്നത്? വെയിറ്റ് കുറവ് എത്ര ഗ്രാംസ് ആയിരിക്കും? എത്ര kg ആണ്? വെയിറ്റ് ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 അല്ല, താഴെയാണെങ്കില് ഒന്നിന് താഴെയാണെങ്കിൽ ലോ വെയിറ്റ്. താഴെ വരണ്ടേ? ഒന്നിന് താഴെ വരുമ്പോഴല്ലേ ലോ ബർത്ത് വെയിറ്റ്. ഒന്നിന് താഴെയാണ് ലോ വെയിറ്റ്. ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു നോർമൽ വെയിറ്റ് ഒക്കെ എത്രയായിരിക്കും? 2.5 2 3 അല്ലെങ്കിൽ 3 കുറച്ച് എബോ. അത് ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും വ്യത്യസ്തത ഉണ്ടായിരിക്കും. 3 സംതിങ് വരുന്നവരുണ്ട് അല്ലെ. എല്ലാവർക്കും ഒരേപോലെ എന്നിരുന്നാൽ പോലും എന്താണ് 2 to 3 ആണ് ഒരു നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ. ഓക്കെ, യെസ്. അപ്പൊ പ്രഗ്നൻസി വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ തന്നെ ആ അത്രയും വെയിറ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ എന്താണ് നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല, ചിലപ്പോൾ നോർമൽ പ്രഗ്നൻസി ഒക്കെ നടക്കുന്നതാണ്. ഓക്കെ, the first cry after birth helps the lungs of child to begin functioning. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എന്താണ് ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം അല്ലെ, എന്ത് വേണ്ടിയാണ് കുഞ്ഞ് കരയുന്നത്? അതിന്റെ ലങ്സിന്റെ പ്രവർത്തനം പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞ് ബർത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് എന്താ കുഞ്ഞുറക്കെ അങ്ങ് കരയുന്നത് അല്ലെ. ഓക്കെ, അതായത് ഒരു കുഞ്ഞ് ഒരു പുതിയ എൻവയോൺമെന്റിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അല്ലെ. പ്രത്യേകിച്ച് ആ ഒരു എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് കുഞ്ഞ് എന്ത് ചെയ്യുന്നത്? ആ ഒരു രീതിയിൽ കരച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് കരയാത്ത കുട്ടികളുണ്ട് അല്ലെ. ജനിച്ച ഉടനെ കരയാത്ത കുട്ടികളെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. ആ ഒരു സമയത്താണ് ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങളെ പുറകിലേക്ക് ഇട്ട് ഒരുപാട് സമയം ആ സിറ്റുവേഷൻ പുനരുജ്ജീവനം കൊടുക്കുന്ന പ്രോസസ് ഒക്കെ ചെയ്യും. ഒരുപാട് സമയം പുറകിൽ തട്ടി പിന്നെന്താണ് ആ ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ ലങ്സിന്റെ ഭാഗത്തൊക്കെ നല്ലത്തിൽ പുഷ് ചെയ്തതിനു ശേഷം എന്താണ് റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കാറുണ്ട് ഹാർട്ടിന്റെ പ്രവർത്തനം അല്ലെ. ചിലപ്പോ കുറെ സമയം കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞ് കരയുന്നത്. ജനിച്ച സമയത്ത് കരയില്ല, കുറെ സമയം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഇത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ശേഷമായിരിക്കുള്ളൂ ചിലപ്പോൾ കുഞ്ഞ് കരയുന്നത്. ഇതെല്ലാം തന്നെ ഓരോ കുട്ടികളുടെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും, എല്ലാവരും ഒരേപോലെ അല്ലെ. ഓക്കെ, അപ്പൊ കുഞ്ഞ് കരയുന്നതിന്റെ കാരണം എന്താണ്? ആ ഒരു എൻവയോൺമെന്റുമായിട്ട് കുഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, കുഞ്ഞിന്റെ ആ ലങ്സിന്റെ പ്രവർത്തനം അവിടെ ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്നതിനനുസരിച്ചിട്ടാണ് കുഞ്ഞ് ബ്രത്ത് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് കുഞ്ഞ് അങ്ങനെ കരയുന്നത് കേട്ടോ. The child
പിന്നെ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ ചില ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആക്ഷൻസ് മീൻസ് കുറച്ച് എന്തൊക്കെയാണ് സഡൻ വേക്കിംഗ്, പെട്ടെന്ന് ഞെട്ടുന്ന കണ്ടിട്ടില്ലേ കുട്ടികള്, പെട്ടെന്ന് ഞെട്ടുന്നത്. കണ്ടിട്ടുണ്ട്. പിന്നെ ചോക്കിങ്. ചോക്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചോക്കിങ് ചോക്കിങ് എക്കിട്ടെടുക്കുന്നതാ കിട്ടാണോ ചോക്കിങ്? ചുമക്കുക, തൊണ്ടയിൽ എന്തെങ്കിലും തടഞ്ഞ്. ഒരു എന്താ പറയാ, നമ്മള് ചുമക്കുന്നതല്ല, കുഞ്ഞു ശ്വാസം എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു ആക്ഷൻ ആണ് അത്. ചുമയല്ല, എന്തോ ഒരു, അത് ശരിക്കും ഒരു വീഡിയോയിലുണ്ട്, ഞാനത് കാണിച്ചു തരാം കേട്ടോ. പറ്റാത്ത പോലെ, എടുക്കാൻ പറ്റാത്ത പോലെ ഒരു ബുദ്ധിമുട്ട് കാണിക്കും. പിന്നെ അതുപോലെ റെഗുലർ ആയിട്ടുള്ള റെസ്പിറേഷൻ ആയിരിക്കും. അവര് ശ്വാസം എടുക്കുന്ന കണ്ടിട്ടില്ലേ നമ്മള് ഇടപെടാമായിരിക്കുള്ളൂ. നെഞ്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾ ആ സമയത്ത് ലെൻസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് പേടിയാവും നോക്കി കഴിഞ്ഞാല്. ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഇറഗുലർ ആണല്ലേ, റെസ്പിറേഷൻസ് ഇറഗുലർ ആയിരിക്കും. ആ ഒരു സമയത്ത് നോർമൽ ആയി വരുന്നുള്ളൂ, ജനിച്ചിട്ടുള്ളൂ. പിന്നെ ചില കുട്ടികൾ സ്നീസ് ചെയ്യില്ല, തുമ്മും. പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റംസ് ചില കുഞ്ഞുങ്ങൾ അങ്ങനെ കാണിക്കാറുണ്ട്. ചെറിയ രീതിയിൽ ചുമയ്ക്കും, അല്ലെങ്കിൽ തുമ്മുന്ന കുഞ്ഞുങ്ങളുണ്ട്, പെട്ടെന്ന് ഞെട്ടുന്ന കുട്ടികളുണ്ട്. അതൊക്കെ ആ ഒരു സമയത്ത് കാണിക്കും. ചില കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് ഒരു പ്രശ്നം ഉണ്ടാവില്ല, എഴുന്നേറ്റ് തുടങ്ങി ഉറക്കുമായിരിക്കും അല്ലെ, രാത്രി വരെ കിടന്ന് ഉറങ്ങുന്നവരുണ്ടാവും, ഒരു കുഴപ്പമില്ലാതെ. ചിലപ്പോൾ കരച്ചിൽ വരെ വളരെ കുറവായിരിക്കും. അതൊക്കെ ഓരോ കുഞ്ഞിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അമ്മമാരുടെ ഭാഗ്യം അല്ലെ, നിങ്ങൾക്ക് ഉറങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അല്ലെ. അല്ലാതെ ഉറങ്ങാത്ത കുട്ടികളൊക്കെയാണ് എന്ത് കഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടി കാണിക്കുന്ന കുറച്ച് ആക്ഷൻസ് ഒക്കെയാണ് ഇതെന്താ, പെട്ടെന്നുള്ള ഒരു ഉണർവ്, പിന്നെന്താണ് ആ ഒരു ഇറഗുലർ റെസ്പിറേഷൻസ്, സ്നീസിങ്, പിന്നെ അതായത് ക്രമരഹിതമായിട്ടായിരിക്കും അവർക്ക് ശ്വാസോച്ഛ്വാസം ഉണ്ടായിരിക്കും. Then instability in the initial period after birth shows its reactions while it attempts to adjust to new environment. ഈ ആക്ഷൻസ് എല്ലാം കുഞ്ഞു കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആക്ഷൻസ് എല്ലാം തന്നെ ഒരു ന്യൂ എൻവയോൺമെന്റുമായി, ഒരു പുതിയ പരിസ്ഥിതിയുമായിട്ട് കുഞ്ഞ് പൊരുത്തപ്പെട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞിൽ എന്ത് കാണുന്നത്? ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഫോം ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞ് അവിടെ ഇൻസ്റ്റേബിൾ ആണ്, സ്റ്റേബിൾ ആയിട്ടില്ല, ജനിച്ചു വന്നിട്ടേ ഉള്ളൂ അല്ലെ. സ്റ്റേബിൾ ആവുന്നത് വരെ എന്താണ്, ഇത്തരത്തിൽ എന്തെങ്കിലും പ്രോസസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് കുഞ്ഞിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. കുറച്ച് സമയത്തിന് ശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ എന്താണ് കുഞ്ഞത് നോർമൽ ആയിട്ട് ആ ഒരു എൻവയോൺമെന്റിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്താണ് പിന്നെ എന്താണ് നല്ല രീതിയിലുള്ള ബ്രീത്തിങ് ഒക്കെ കറക്റ്റ് ആവുന്നത്. കുഞ്ഞ് ഒരു ഫോർമൽ കണ്ടീഷൻസിലേക്ക്, നോർമൽ കണ്ടീഷനിലേക്ക് മാറുന്നത്. ഓക്കെ, ജനിച്ച ഉടനെ തന്നെ എന്താണ് കുഞ്ഞില് പെട്ടെന്നൊന്നും ആ ഒരു പരിസ്ഥിതിയുമായിട്ട് യോജിക്കാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ കുട്ടികളെയും പറയാൻ പറ്റില്ല. ചില കുട്ടികളെ പെട്ടെന്ന് തന്നെ യോജിച്ച് പോകുന്നവരുണ്ട്. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്താണ്, ചില കുഞ്ഞുങ്ങൾക്ക് സമയം എടുക്കും. ഓക്കെ, ബേബി അറ്റ് ബർത്ത് എന്ന് പറയുന്നത് അപ്പൊ അതാണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടോ, സൈക്കോളജിയിലെ ഫസ്റ്റ് ഡെവലപ്മെന്റൽ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഇന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക, ആൻസർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് യൂണിറ്റ് 2 ആരെങ്കിലും എടുത്തിരുന്നോ? ഇല്ല മാം. ഇല്ല. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. യൂണിറ്റ് 2 ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, ചെറിയ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും അടുത്ത ദിവസം എന്താണ് 22-ന് ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുക. അഡ്വാൻസ്ഡ് ക്രിസ്മസ് ആശംസകൾ നേരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ഇനി കാണില്ല ക്രിസ്മസ് ഒക്കെ. ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും കാണാം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? ഒരു ക്രിസ്മസ് ഗാനം ആരെങ്കിലും പാടാൻ അറിയാമോ? ക്രിസ്മസുമായി ബന്ധപ്പെട്ടതോ? നമുക്ക് 10 ദിവസം ലീവ് ഉണ്ടാവോ? പിന്നെ 10 ദിവസം ലീവ് നിങ്ങളിവിടെ ചോദിച്ചു വെക്ക, ലീവ് ഒന്നും തരില്ല. കാരണം വിളിച്ച് ചോദിക്കട്ടോ. ലീവ് ഉണ്ടാവില്ലടോ. ഓക്കെ മാം. 2 ദിവസം 2-3 ദിവസം ചിലപ്പോ കിട്ടിയിരുന്നില്ല. 10 ദിവസം ഒന്നും കിട്ടൂല കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആയിട്ട് ആരെങ്കിലും ഒരു ക്രിസ്മസ് ഗാനം പാടാമോ?
ഇഷ്ടമുള്ള സിനിമയായാലോ നാടകമോ അതിലെങ്കിൽ ഈ പാട്ടായാൽ മതി. കുഴപ്പമില്ല. റുബീന ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലെ സിംഗറാണ്. നിങ്ങൾ എല്ലാവരും സിംഗേഴ്സ് ആണ്, പാടാൻ പറ്റും. നിങ്ങളൊരു 4 വരി പാടാം. അറിയാവുന്ന ഇസ്രായേലിൽ നാഥനായ ദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം നിത്യജീവനേകിടുന്നു ദൈവം. മതി മാം. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് മാം. ഹാപ്പി ക്രിസ്മസ് മാം. ഹാപ്പി ക്രിസ്മസ് മാം. പാടുമോ? വേറെ ആരൊക്കെ പാട്ട് പാടുമ്പോൾ പഠിക്കോ? പാടണോ? നിങ്ങളുടെ ക്ലാസ്സിലാണ് നിങ്ങൾക്ക് പാട്ട് പാടാ, ക്രിസ്മസിനെ പറ്റി എനിക്ക് പറയാം, എനിക്ക് വേണം ചെയ്യാം. ഞാൻ ഒരു വരി പാടാം മാഡം. ഒരു വരി എങ്ങനെ പാടുള്ളൂ? കാലിത്തോഴത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ, അത്ര അറിയുള്ളൂ. ഓക്കെ, നമ്മളിന്ന് ക്ലാസ് എടുത്ത ആതിര മാമിനും ബാക്കി എല്ലാവർക്കും ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. പറഞ്ഞു വിടുകയാണ് ഞങ്ങള്, ഇത് തെറ്റായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക. കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവര് കേക്ക് ഉണ്ടാക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. ഓക്കെ, സന്തോഷമായിട്ട് ആഘോഷിക്കണം കേട്ടോ. താങ്ക് യു. ഓക്കെ മാം, ഹാപ്പി ക്രിസ്മസ്. കുട്ടികൾ കുറവാണോ? പൊതുവെ കുറവാണോ?